ആക്ച്വലി എംബഡഡ് സിസ്റ്റംസിനെ ഞാൻ കാണുന്നത് ഒരു ആസ്വദിച്ച് ചെയ്യുന്നൊരു സാധനമായിട്ടാണ്. 8-9 മുതൽ നമ്മൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പോണൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഡ്രൈ ആണ്. നമ്മൾ ഈ സാധനം എന്താണെന്ന് പഠിച്ചു വയ്ക്കുന്നു, പക്ഷേ ഇതിന് നമ്മുടെ മൈൻഡിൽ ജീവനില്ല. പ്രോഗ്രാമബിൾ ചിപ്പ്, മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 18,000 ഒക്കെയാണ്, ബിഗിനർക്ക് 30,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ്. 50K മുതൽ 1 lakh വരെ ഇവർക്ക് സാലറി കിട്ടും. എനിക്കിത് ഹോബിയായിരുന്നു. ഞാനത് പഠിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ട് എംബഡഡിനകത്ത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കമ്പനിനെ അപ്രോച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന, ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് പേരെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് നമ്മളും ഒരു കോൺടെസ്റ്റും അതിന് ഒരു പ്രൈസ് എല്ലാമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു സ്കിൽ ട്രെയിനിങ് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊരിക്കലും വേസ്റ്റ് ആവുന്നില്ല. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി +2 ഡ്രോപ്പ് ആയിട്ടുള്ള ഒരാൾ ട്രെയിനിങ് കൊടുത്തിട്ട് അയാളിപ്പോൾ സൗദി അറേബ്യയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്കൊരു 4 മണിക്കൂർ ജോബ് അന്വേഷിക്കുകയാണെങ്കിൽ മറ്റൊരു 4 മണിക്കൂർ വേണമെങ്കിൽ സൊമാറ്റോ, സ്വിഗ്ഗി ആയിട്ട് ഓടാം. രാവിലെയും വൈകിട്ടും വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പൈലറ്റായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ 30,000 പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞവർ വെറുതെ ഇരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം എംബഡഡിനകത്ത് വരില്ല. ഒരു ജോബിലേക്ക് സെറ്റിലാവും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. മോറോവർ ഇതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സാധനം ഇതൊരു 1ാമത്തെ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ ആക്ച്വലി ഇതൊരു ഉപജീവന മാർഗ്ഗമാണ്. എംബഡഡ് സിസ്റ്റംസിൻ്റെ റോഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ, ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കണ്ടൻസ് ഉണ്ട്. ഇപ്പോൾ ChatGPT ചോദിക്കുകയാണെങ്കിൽ തന്നെ അതൊരു റോഡ് മാപ്പ് ഇട്ട് തരും. ആക്ച്വലി നമ്മൾ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന സാധനം, കഷ്ടപ്പെട്ട് ദഹിപ്പിക്കേണ്ട സാധനം, അങ്ങനെ 2 ഉണ്ടല്ലോ. ആക്ച്വലി എംബഡഡ് സിസ്റ്റംസിനെ ഞാൻ കാണുന്നത് ഒരു ആസ്വദിച്ച് ചെയ്യുന്നൊരു സാധനമായിട്ടാണ്. കാരണം ഞാൻ പഠിച്ചു വന്നത് അങ്ങനെയാണ്. വർഷങ്ങളെടുത്ത് നാച്ചുറലായിട്ട് ഒരു പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ ഒരു സാധനം തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു ഹോബി പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് പെടുന്നൊരു കാറ്റഗറിയാണ്. ഇതിലിപ്പോൾ 2 ബാറ്ററി ഉണ്ട്, LED ഉണ്ട്, പിന്നെയുള്ളതൊരു റെസിസ്റ്ററും സ്വിച്ചുമാണ്. ഇത് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. പലരും ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ LED, മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ, ഇത് അതായത് രാത്രിയാവുമ്പോൾ തനിയെ കത്തുന്ന ഒരു നൈറ്റ് ലാമ്പ്, ഇതെല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റ് ആവാൻ പറ്റും. ഈ ഇലക്ട്രോണിക് ഹോബി സർക്യൂട്ടുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 8-9 മുതൽ നമ്മൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സിനകത്ത് കോമ്പോണൻസ് പഠിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് ഡ്രൈ ആണ്. നമ്മൾ ഈ സാധനം എന്താണെന്ന് പഠിച്ചു വയ്ക്കുന്നു. ഇൻസുലേറ്റർ ഇൻ ബിറ്റ്വീൻ 2 കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കപ്പാസിറ്റർ നമ്മളെന്തൊക്കെ ഡെഫിനേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഇതിന് നമ്മുടെ മൈൻഡിൽ ജീവനില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിവോൾവർ എടുത്ത് വെടിവെക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ശബ്ദം, അതിൻ്റെ ഭയാനകത, അതിൻ്റെ ആഘാതം, അതിൻ്റെ ഒരു ഹീറോയിസം, ഒരു രസം എല്ലാം നമ്മുടെ മൈൻഡിലുണ്ട്. ഇങ്ങനെ ഒരു റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പാഠപുസ്തകത്തിലെ എന്തോ ഒരു ഇങ്ങനെയുള്ള ചിത്രം അല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല എന്നുള്ളത്. നമ്മൾക്കിതിനെ ആക്ച്വലി നമ്മുടെ ഭാവനയിൽ, നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഹോബി ഇലക്ട്രോണിക്സ്. നമ്മൾ കുറച്ച് നാൾ ഇത് ചെയ്യുമ്പോൾ തന്നെ കപ്പാസിറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, റെസിസ്റ്റർ എന്താണ്, ഇൻഡക്ടർ എന്താണ്, ഇതിനെ പറ്റിയൊക്കെ ഒരു ധാരണ കിട്ടും. പതുക്കെ നമ്മൾ സ്വയം സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. നെക്സ്റ്റ് നമ്മൾക്ക് ഓരോ സംശയങ്ങൾ വരും. ഈ മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്ഫെറ്റ് സാധാരണ ട്രാൻസിസ്റ്റർ തന്നെയാണോ? ട്രയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം. ഡയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റേജിന് ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. അയാൾക്ക് റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും എന്താണെന്നുള്ള സംശയമില്ല. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കൂടി അറിയാം. പുതിയൊരു സാധനം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഴയ റോ ആയിട്ടുള്ള കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇയാൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിട്ട് മാറി നിൽക്കുകയാണ്. അവിടെ അറിയാത്ത കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താ? അറിയാത്ത കാര്യങ്ങൾ കുറച്ച് പഠിച്ചിങ്ങനെ കയറി വരും. ഇതൊരു സ്റ്റേജാണ്. ഇത് സ്വാഭാവികമായിട്ടും ഒരു കുട്ടി നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്ന സമയമാണ് അയാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും ശരിയായിട്ടുള്ള സമയം. അപ്പോൾ നമ്മൾ ഈ ഹോബി ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ട് ഇയാളെ ഇതിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അയാൾ ഈ സ്റ്റേജെല്ലാം കടന്നിങ്ങനെ വരും. ഇനി ഈ കോമ്പോണൻസ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇതെല്ലാം ചെയ്തു വരുന്ന സമയത്ത് നമ്മൾക്ക് നെറ്റിലൊക്കെ തിരഞ്ഞിട്ടാണ് കുറേ സർക്യൂട്ട്സൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറേ ചിപ്പുകൾ കിട്ടാനുണ്ട്. അതായത് 7 സെഗ്മെൻറ്റ് കൗണ്ടറിനൊക്കെ ഒരു ചിപ്പ്, ഈ ചിപ്പിൽ നിന്ന് കുറേ കണക്ഷൻസൊക്കെ 7 സെഗ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടൺ അമർത്തുന്ന സമയത്ത് 0,
പിന്നെ ബട്ടൺ അമർത്തുമ്പോൾ 1, പിന്നെ അമർത്തുമ്പോൾ 2, 3 അങ്ങനെ 9 കഴിഞ്ഞാൽ അടുത്ത LED ആയിട്ട് അടുത്ത 7 സെഗ്മെൻ്റായിട്ട് ഇതിന് ബന്ധം ഉണ്ടാവും. അപ്പോൾ അത് 1 0 10 ആയി. പിന്നെ അത് 0 1 2 3 എന്ന് പറയുമ്പോൾ നമ്മളത് വായിക്കുന്നത് 11 12 13 എന്നാണ്. ഇതിനൊരു ചിപ്പ് കിട്ടും. അപ്പോൾ ഈ ചിപ്പിൻ്റെ ആക്ച്വലി പ്രത്യേകത ഇത് ഡിജിറ്റൽ ചിപ്പാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് ഇയാൾ കിടക്കുകയാണ്. ഇയാളത് കടന്നത് ഇയാൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇയാളിത് അറിയും. കുറേ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹൈ ലോ എന്നുള്ള ബേസിസിലാണ്, 1 or 0. അപ്പോൾ ഇവിടെ ആക്ച്വലി പിന്നെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇയാൾക്കിത് പറയുമ്പോൾ അറിയും ഇത് ഡിജിറ്റൽ സർക്യൂട്ടുകൾ, ഇത് അനലോഗ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കുറേ ചിപ്പുകൾ കിട്ടുന്നു. ഇത് കോമ്പിനേഷൻസിൽ അയാളുടെ ഭാവനയിൽ കുറേ കോമ്പിനേഷൻസ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു IC 555 നമ്മൾക്ക് ഒരു പൾസ് ഉണ്ടാക്കാവുന്ന ഒരു സർക്യൂട്ടും ഒരു CD 4017 ജോൺസൺ കൗണ്ടറുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണത് തനിയെ ഒരു LED ചേസർ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഇതേപോലെ ഇയാളുടെ ഭാവനയിലും കുറേ വരും. ഇത് കുറേ നാൾ കഴിയുന്ന സമയത്ത് ഒരാൾക്കുണ്ടാകുന്നൊരു ഡൗട്ടാണ്. എൻ്റെ പഴയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വന്നിട്ടുള്ള കുട്ടികളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സാർ, കുറേ പ്രോജക്റ്റുകളിൽ പ്രോഗ്രാമബിൾ ചിപ്പ്, മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അതെന്താ? അപ്പോൾ ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ക്യൂരിയോസിറ്റി, സാർ അത് പഠിക്കാൻ പറ്റുമോ, അത് ഞാൻ വന്നാൽ പഠിപ്പിച്ചു തരാമോ? അതൊരു ക്വസ്റ്റ്യനാണ്, അതൊരു സ്റ്റേജാണ്. അയാൾക്ക് ബേസിക് ഇലക്ട്രോണിക്സ് അറിയാം, അത്യാവശ്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അറിഞ്ഞു, കുറച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം. ഈ സമയത്ത് ഇയാൾക്ക് പ്രോഗ്രാമബിൾ ചിപ്പിനെ പ്രോഗ്രാം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് മാത്രം അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അവിടെയാണ് ആ റൈറ്റ് ടൈം. നമ്മൾ ആ പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നു, അയാൾ അതിലേക്ക് കിടക്കുന്നു. ഈ സ്റ്റേജിൽ ഇയാൾ ആദ്യം പഠിക്കുന്നത് ഒരു പ്രോഗ്രാമബിൾ ചിപ്പിൻ്റെ നമുക്കിഷ്ടമുള്ള ഒരു പിന്ന് നമുക്കിഷ്ടമുള്ള സമയത്ത് നമുക്കിഷ്ടമുള്ള ഇൻ്റർവെല്ലിൽ ഓണും ഓഫും ചെയ്യാനാണ് ആക്ച്വലി ആദ്യം പഠിക്കുന്നത്. ഇത് വെച്ചിട്ട് തന്നെ ഇയാൾ LED ആണെങ്കിലും 7 സെഗ്മെൻ്റ് ആണെങ്കിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ബസർ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ പിയാനോ സൗണ്ട് വരെ ഉണ്ടാക്കാൻ പറ്റും. ആക്ച്വലി ഒരു സൗണ്ടും ഒരു ഓൺ ഓഫ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മളൊരു 1000 തവണ ഒരു സെക്കൻഡിൽ ഒരു ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്ത് സ്പീക്കറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് 1000 ഹെർട്സിൻ്റെ ഒരു സൗണ്ട്. ഇങ്ങനെ മ്യൂസിക് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെയാണ് കമ്മ്യൂണിക്കേഷൻ, UART, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകൾ, പിന്നെ പെരിഫറലുകൾ എങ്ങനെ ഇൻ്റർഫേസ് ചെയ്യുന്നു, ഒരു ഡിസ്പ്ലേയിലേക്ക് എങ്ങനെ നമ്മൾക്ക് കോഡിങ് ചെയ്തിട്ട് ഡിസ്പ്ലേ കാണിക്കാൻ പറ്റുന്നു. അത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് GSM ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ഇൻ്റർനെറ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, IoT ഡിവൈസസ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇയാൾ ഈ മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ്, ഇതാണ് എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ഇയാളിതിൽ മാസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്. കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഫേംവെയർ ഡെവലപ്പർ എന്നൊരു സാധനമാണ്. അതായത് എംബഡഡിന് ഹാർഡ്വെയർ ഉണ്ട്, ഫേംവെയർ ഉണ്ട്. ഈ ഫേംവെയർ എന്ന് പറയുന്ന പേര് തന്നെ ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നില്ല. സംഗതി സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇത് പ്രധാനമായിട്ടും മാറുന്നത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുന്ന സമയത്ത്, കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് വെക്കാനുള്ള കമ്പ്യൂട്ടറും നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വെക്കാനുള്ള കമ്പ്യൂട്ടറും ഒരു സയൻറ്റിസ്റ്റിന് ഉപയോഗിക്കാനുള്ള കമ്പ്യൂട്ടറും എല്ലാം ഒരേ കമ്പ്യൂട്ടർ തന്നെയാണ്. മീൻസ് ഇപ്പോൾ ഒരേ കോൺഫിഗറേഷനിലുള്ള സാധനം പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയ ആളാണ് അയാളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് റോബോട്ടിക്സിൽ. ഇപ്പോൾ ഒരു കുക്ക റോബോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, കുക്ക റോബോട്ടിക്സിൻ്റെ ഒരു റോബോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനത്തിന് വേണ്ടി നമ്മളതിനെ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക ചെയ്യുന്നത്. അതേസമയം എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഉള്ള ഡിവൈസസ് നമ്മളൊരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കോഡ് യൂസർ മാറ്റുന്നില്ല, പ്രോഗ്രാം മാറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഫേംവെയർ എന്ന് പറയുന്നത്. ഫാക്ടറിയിൽ നിന്ന് ഒരു തവണ കോഡിങ് ചെയ്ത് വരുന്ന സാധനം അതിൻ്റെ ലൈഫ് ടൈം അതിൽ തന്നെയാണ് ഓടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു വാച്ച്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ GPS, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിനകത്തും, മൊബൈൽ ഫോൺ ആക്ച്വലി ഒരു ഇത് തന്നെ, അതായത് ഒരു എംബഡഡ് സിസ്റ്റം തന്നെയാണ്. അതിനകത്ത് കോഡുകൾ ഓടിക്കാവുന്ന ഒരു മെക്കാനിസം വെച്ചിട്ടുണ്ട്. ചെറിയ ഡിഫറൻസ് നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. പക്ഷേ അത് വിട്ടിട്ട് നമ്മളുടെ ഒരു വാഷിംഗ് മെഷീൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു കാറിനകത്ത് മൾട്ടിപ്പിൾസ് ഓഫ് എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനെ ഇഷ്ടം പോലെ എംബഡഡ് സിസ്റ്റംസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കോഡിംഗ് ഡെവലപ്പ് ചെയ്യണം. ഇതാണ് ഫേംവെയർ ഡെവലപ്പർ ചെയ്യുന്നത്. സെയിം ടൈം എംബഡഡിൻ്റെ ഹാർഡ്വെയർ എഞ്ചിനീയർ ഉണ്ട്. ഇയാളാണ് ഇതിന് ആവശ്യമുള്ള ഒരു ചിപ്പെല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ സീരീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാർഡ്വെയർ പഠിച്ചിട്ട് ഫേംവെയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 ജോബാണ്, എംബഡഡ് ഹാർഡ്വെയർ എഞ്ചിനീയർ, പിന്നെ ഒന്ന് എംബഡഡ് ഫേംവെയർ എഞ്ചിനീയർ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊമോഷൻസ് ആയിട്ടാണ് പിന്നെ സീനിയർ എഞ്ചിനീയർ, ലീഡ്, പിന്നെ പ്രോജക്റ്റ് മാനേജർ, അങ്ങനെയുള്ള സംഗതികളെല്ലാം വരുന്നത്. സാലറി, ഈ ബിഗിനർ ജോബ് എന്ന് പറയുന്നത് തന്നെ
ഒരു പ്രത്യേക സംഗതിയാണ്. കാരണം എല്ലാവരും ബിഗിനേഴ്സിന് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ്. വലിയ കമ്പനികളൊക്കെ മിക്കവാറും അത് ഞാൻ പറയാം. പക്ഷേ ബിഗിനേഴ്സിന് എടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവിടേക്കാണ് നമ്മൾ ജോബിന് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 18,000 ഒരു സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളും ബിഗിനർക്ക് 30,000 കൊടുക്കുന്നുണ്ട്. അപ്പോൾ 18 to 30 ഒരു ഏകദേശം സ്റ്റാൻഡേർഡായിട്ട് പറയാം. അതിൽ കൂടുതലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കുന്നവരുണ്ട്. ഇനി ഒരു കമ്പനി 15,000 കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അത് ഓരോരുത്തർ ആ കമ്പനിയുടെ ഒരു സ്റ്റൈലുണ്ടാവും. ചിലപ്പോൾ ഈ 15,000 എടുത്തിട്ട് ഒരു എംപ്ലോയിനെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ അടുത്തൊരു 3 മാസം കൊണ്ടൊക്കെ ആയിരിക്കും അയാൾക്ക് 50,000 സാലറി വാങ്ങിക്കാവുന്ന എലിജിബിലിറ്റിയിലേക്ക് അയാൾ എത്തുന്നത്. അപ്പോൾ അത് അവരുടെ സ്റ്റൈലാണ്. 18 to 30,000 സ്റ്റാർട്ടിങ് പ്രതീക്ഷിക്കാം. 2 വർഷം കഴിഞ്ഞാൽ 2 ഇയർ, ഇതൊരു പ്രധാന സ്റ്റേജാണ്. എംബഡഡിൽ ഇന്ത്യയിലെ കമ്പനികൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് 2 വർഷം എക്സ്പീരിയൻസുള്ള ആളുകളെയാണ്. ആ സമയത്ത് 50K മുതൽ 1 lakh വരെ ഇവർക്ക് സാലറി കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ആവറേജ്. 1 ഇയർ ആയിട്ടുള്ളവർ എടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് 1 ഇയർ ആകുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് നിർത്തി പോകുന്നതും ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ അവിടെ നിന്നൊരു മുഴുവൻ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് 1 വർഷം സാലറിയൊക്കെ തന്നൊരു കമ്പനിക്ക് നമ്മളെ ശരിക്കും ഒരു യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ 2 വർഷം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡാണ് ആദ്യത്തെ കമ്പനിയിൽ. 2ാമത്തെ വർഷം മാറുന്ന സമയത്ത് ടാറ്റ എൽക്സി, ബോഷ് പോലത്തെ കമ്പനികളെല്ലാം ഇങ്ങനെയാണ് എടുക്കുന്നത് മെയിനായിട്ട്. സെൽഫ് സ്റ്റഡിയിലൂടെ എത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കാണിച്ചു തരാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഒരു എംബഡഡിനകത്ത് ഒരു ആധികാരികമായിട്ടൊരു കോഴ്സ് ചെയ്തിട്ടല്ല എംബഡഡിൻ്റെ ജോബിന് പോയത്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു എംടെക്കോ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അഡ്വാൻസ്ഡ് കോഴ്സോ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്കിത് ഹോബിയായിരുന്നു. ഞാനത് പഠിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ എംബഡഡിനകത്ത് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കമ്പനിനെ അപ്രോച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. പക്ഷേ അവർ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. നിങ്ങൾക്ക് സാധനം അറിയുന്നുണ്ടോ, നിങ്ങൾ കേപ്പബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പക്ഷേ ജോബ് കിട്ടും. ഓക്കെ, കോണ്ടസ്റ്റ് എന്ന് വെച്ചാൽ തന്നെ നമ്മൾക്ക് ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ തന്നെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ഒരു ട്രൂ ആയിട്ടുള്ളൊരു അറിവ്, നമ്മൾക്ക് ഒരു അറിവിനെ എങ്ങനെ അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം എഫക്റ്റീവായിട്ട്. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട്. അപ്പോൾ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന, ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കുറച്ച് പേരെ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് നമ്മളും ഒരു കോണ്ടസ്റ്റും അതിന് ഒരു പ്രൈസ് എല്ലാമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 10 പേര് എന്നുള്ള നമ്മളൊരു ഫിഗർ വെച്ചതാണ്. ആക്ച്വലി കോണ്ടസ്റ്റിന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ഗൂഗിൾ ഫോം കിട്ടും. അപ്പോൾ അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മിനിമം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. ഇതിന് ശേഷം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് എല്ലാം ക്യൂരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ പ്രാക്ടീസ് എല്ലാം ചെയ്ത് നോക്കിയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾക്ക് അയാളെ അനലൈസ് ചെയ്യാൻ കഴിയും. എന്നുവെച്ചാൽ ഇയാളെ ഒരു ഫോൺ കോളിൽ അനലൈസ് ചെയ്യാൻ കഴിയും എന്നർത്ഥം. ഒരു ഡയറക്റ്റ് കോൾ പ്രതീക്ഷിക്കാം. ഇങ്ങനെ അനലൈസ് ചെയ്ത് ഒരു എലിജിബിലിറ്റി ഉള്ള ഒരു 100 പേരെയാണ് അടുത്ത ഘട്ടത്തിൽ ഈ കോണ്ടസ്റ്റിൻ്റെ ഒരു ടാസ്ക് ചെയ്യാൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ടാസ്ക് പറയുന്നതിൻ്റെ ഒരു 48ാമത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മളുടെ ടാസ്ക് വരുന്നത്. ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു IoT ഡിവൈസ് ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാനായിരിക്കാം. എനിത്തിങ് നമ്മൾ ഒരു പുതിയ ഇന്നോവേഷനുള്ള ഒരു സാധനമായിരിക്കും. ഇതുണ്ടാക്കാനുള്ള സ്കില്ല് നമ്മളുടെ വീഡിയോ സീരീസിനകത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവിങ് അവിടെ ചെയ്യാനുണ്ടാവും. ഇത് ചെയ്തിട്ട് നമ്മൾ തരുന്ന ഡേറ്റിനകത്ത് ഒരു 5-6 ദിവസം ഡേറ്റ് ഉണ്ടാവും. ഈ ഡേറ്റിനകത്ത് സബ്മിറ്റ് ചെയ്യണം. ഒരു 3 മിനിറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഇത് സബ്മിറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ അനലൈസ് ചെയ്ത് ഇതിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് നമ്മൾ ജോബ് കൊടുക്കുന്നത്. ഇതാണ് ഒരു കോണ്ടസ്റ്റ്. ഇത് ആക്ച്വലി ഇതൊരു സ്കിൽ ട്രെയിനിങ് തന്നെയാണല്ലോ. അപ്പോൾ ഇതൊരിക്കലും വേസ്റ്റ് ആവുന്നില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും എന്നെപ്പോലെ കുറേ പേരൊക്കെ ഈ PSC പഠിക്കുന്നതിൽ ഒരു നെഗറ്റീവ് സൈഡായിട്ട് കാണുന്നത്, നമ്മൾ PSCക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പല സിനിമകളിലും ക്ലീഷേ ഡയലോഗായിട്ട് പറയുന്ന പോലെ ആക്ച്വലി ഭൂമിക്ക് എത്ര വയസ്സായി, നിങ്ങൾ
അല്ലെങ്കിൽ ഒരു കെമിക്കലിൻ്റെ ബോണ്ടിനെ പറ്റിയോ എല്ലാം നമ്മൾ ലൈഫിൽ എവിടെ ഉപയോഗിക്കാൻ പോകുന്നില്ലാത്ത കുറേ സംഗതികൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് ഒരു PSC ടെസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് 10 പേർക്ക് സെലക്ഷൻ കിട്ടിയാൽ ഈ 10 പേർക്ക് മാത്രമേ ഈ പഠിച്ചതുകൊണ്ട് യൂസ് ആവുന്നുള്ളൂ. ഈ പഠിച്ചിട്ട് പോയവർ ജോലി കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് വീട്ടിൽ പോയിട്ട് അരി വയ്ക്കാൻ ഒരു സംഗതിയുമില്ല. അതേസമയം ഇയാൾ അത്രയും മെനക്കെട്ടത് ഒരു കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അയാൾ ഭംഗിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അവിടെയും ഒരു കോൺടെസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ. അവിടെ ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് ഒരു വിന്നർക്ക് എന്തൊക്കെ ട്രോഫിയോ അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എല്ലാം കൊടുത്തു. 10 പേരിൽ ഒരാൾക്കാണ് ട്രോഫി കിട്ടിയെങ്കിൽ ബാക്കി 9 പേരും പഠിച്ച വേസ്റ്റ് ആവുന്നുണ്ടാവും. ആക്ച്വലി ഒരു മുടിവെട്ടാൻ പഠിച്ച ആൾ ഈ ഒരു സർട്ടിഫിക്കറ്റും പിടിച്ചിട്ട് എനിക്ക് ജോലിയില്ല, എവിടെയാണ് ഇപ്പോൾ മുടിവെട്ടുന്ന ജോലി ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ. അപ്പോൾ എംബഡഡ് പഠിച്ചത് പഠിച്ച തന്നെയാണ്. ഏറ്റവും അറ്റ്ലീസ്റ്റ് അയാൾക്ക് സ്വന്തമായിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞാൽ 10 വാഷിംഗ് മെഷീൻ ഉണ്ടാക്കി വെക്കൂ എന്നെങ്കിലും പറയാം. പിന്നെ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, ആരെയാണ് ഇൻഡസ്ട്രി നോക്കുന്നത്, നിങ്ങളെങ്ങനെ ബയോഡാറ്റ ഉണ്ടാക്കണം, എങ്ങനെ കമ്പനീനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ നിങ്ങൾ സംഘടിപ്പിക്കണം, ഇൻ്റർവ്യൂവിൽ പോയാൽ എന്ത് ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണം, സത്യസന്ധമായിട്ട് ജെന്യുവനായിട്ട്. അപ്പോൾ ആക്ച്വലി നമ്മളതായിത്തീരുക എന്നുള്ളതാണ്. നമ്മൾ ജെന്യുവൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എലിജിബിലിറ്റി ഉള്ള ആൾ കൃത്യം സ്ഥലത്ത് പോയിരുന്ന് പ്രസൻറ്റ് കഴിഞ്ഞാൽ അയാൾ ജോബിലെത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരാൾക്കും ഇത് വേസ്റ്റ് ആവുന്നില്ല. നമ്മൾക്ക് അങ്ങനെ എംബഡഡ് സിസ്റ്റംസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആർക്കും പഠിച്ചു കഴിഞ്ഞാൽ എത്താം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കാൻ കഴിയില്ല. അതേസമയം ഒരു ഹോബിയിസ്റ്റിന് അത് പഠിക്കാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ ഖുർആൻ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പഠിക്കുന്നതിന് എന്താ നെറ്റിൽ അവൈലബിൾ ആണ്, ആർക്കും പഠിക്കാം എന്ന് പറയുന്നത് പോലുള്ള, അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത പഠിക്കണം എനിക്ക് എന്ന് പറയുന്നത് നെറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആർക്കും നോക്കി പഠിക്കാമല്ലോ. എനിക്ക് വായിക്കാൻ അറിയാം, ഞാൻ നോക്കി വായിക്കുന്നു, പഠിക്കുന്നു. ഇനി അത് പഠിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് എംബഡഡ് സിസ്റ്റംസിൻ്റെ കാര്യം. അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഒരു വാട്ടർ ടാങ്ക് ലെവൽ കൺട്രോളർ ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ ഞാൻ വയ്ക്കുന്നു. എനിക്കിവിടെ വാട്ടർ സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും, എനിക്കവിടെ ലൈഫ് കൺവീനിയൻ്റായി. ഞാൻ എൻ്റെ പരിചയക്കാർക്ക് 10 പേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടെ ലൈഫ് കൺവീനിയൻ്റായി. അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മൾക്ക് ഇൻകം തരുന്നു. ഇത് തന്നെയാണ് ആക്ച്വലി ഒരു എന്നെക്കൊണ്ട് എന്ത് ലോകത്തിന് ഉപകാരപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ഇൻകത്തിൻ്റെ ബേസ് അവിടെ തന്നെ സെറ്റായി. പക്ഷേ ഒരു 10th പഠിച്ച ആളാണ്, +2 പഠിച്ച ആളാണ്, എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതും കൊണ്ട് ഇൻഡസ്ട്രിയിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഇല്ല. കാരണം ഇപ്പോഴൊക്കെ 10th എന്നൊക്കെ പറയുന്നതൊന്നും ഇപ്പോൾ ഒരു ബേസ് സാധനമല്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാഹചര്യം എന്തെങ്കിലും ആയിരിക്കാം. ആസ് എ നോളജ് ഇറ്റ് ഈസ് വർത്തി. പക്ഷെ ഒരു കമ്പനിയിൽ ജോബ് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം നിങ്ങൾക്കൊരു ജോബ് വേണം, ഒരു വൈറ്റ് കോളർ ജോബ് വേണം, അതിന് പഠിച്ചിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബഡഡ് വേണമെന്നില്ല. നമ്മൾ തന്നെ ഇലക്ട്രോണിക്സ് എന്തൂസിയാസ്റ്റ് എന്നൊരു ട്രെയിനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ട്രെയിനിങ് കൊടുത്തിട്ട് ആക്ച്വലി +2 ഡ്രോപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അയാളിപ്പോൾ സൗദി അറേബ്യയിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസ് ഇഷ്ടംപോലെ നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ ഞാൻ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നവരോട് ചോദിച്ചപ്പോൾ നിങ്ങളടുത്ത് ആളുണ്ടെങ്കിൽ കൊണ്ടുവരൂ, അവർ +2 ആണോ എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, അവർക്ക് വർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ എടുക്കാം എന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാംഗ്ലൂർ ആക്ച്വലി ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മളുടെ വീഡിയോ തന്നെ മലയാളത്തിലാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിയൻസും ഇപ്പോൾ മലയാളീസാണ്. നമ്മൾ എൻജിനീയറിങ് കഴിഞ്ഞവരും എൻജിനീയറിങ് കഴിയാൻ നിൽക്കുന്നവരും ഒക്കെയാണ് മിക്കവാറും ഇതിൻ്റെ ഒരു ആവശ്യക്കാർ. ഇവരുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഞാൻ പറയട്ടെ. കുറേ പേർക്ക് ഈ ക്യാമ്പസിലുണ്ടായിരുന്ന അത്രയും നാളത്തെ അന്തരീക്ഷം സത്യത്തിലൊന്നൊരു റിക്രൂട്ട് ചെയ്യണമെന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. പല പഴയ സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഒരേ കോളേജിൽ, ഗവൺമെൻറ് കോളേജിൽ 2ാമത്തെ ഡിഗ്രി എടുക്കാൻ വേണ്ടി വീണ്ടും വന്ന് ജോയിൻ ചെയ്യുന്നു, കോളേജിനോടുള്ള ഹോസ്റ്റലിനോടുള്ള താല്പര്യം കൊണ്ട്. ഓക്കെ, ഇതേപോലെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ട്രെൻഡാണ്. ആക്ച്വലി പഠിച്ചു തീർന്നവരിൽ ഒരു 4, 5, 8 പേര് ചേർന്നിട്ട് ഒരുമിച്ചൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ഇതിന് മിക്കവാറും ചൂസ് ചെയ്യുന്ന നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഏതാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്കൊരു 4 മണിക്കൂർ ജോബ് അന്വേഷിക്കുകയാണെങ്കിൽ മറ്റൊരു 4 മണിക്കൂർ വേണമെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗിയായിട്ട് ഓടാം. ഒരാൾക്ക് പീക്ക് ടൈമിൽ മാത്രം 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, രാവിലെയും വൈകിട്ടും വർക്ക് ചെയ്യുകയാണെങ്കിൽ 1000 രൂപയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കറണ്ട് ട്രെൻഡാണ് ഞാൻ പറയുന്നത്, ട്രൂ ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ എംബഡഡിൽ ജോബ് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ എംബഡഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ 8 പേര് നമ്മൾ കോളേജ് പഠിച്ചിറങ്ങിയ ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ വന്ന് ഒരു റൂം എടുക്കുന്നു,
ഇവരവിടെ സെറ്റിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് മീൻസ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പലരും പലതും ചെയ്യുന്നു. അടുത്ത 4 വർഷത്തിനകത്ത് ഇവർ പല കമ്പനികളിൽ കയറിയിട്ടും ആ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് പോയിട്ടും മിക്കവാറും പേര് യൂറോപ്യൻ കൺട്രീസിലും US ഒക്കെ പോയിട്ടും സെറ്റിലാവും എന്നുള്ളതാണ് കറണ്ട് ട്രെൻഡ്. ഇത് ഒരുപാട് പേര് പങ്കെടുക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു ലിമിറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഒന്നാമത്തെ കാര്യം, നമ്മളിതൊരു ഹിറ്റായി നിൽക്കുന്ന ഒരു ചാനലിലല്ല നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. രണ്ടാമത്തെ കാര്യം, ഇതൊരു മലയാളത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അപ്പോൾ ഓഡിയൻസും അത് തന്നെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഇനി അതിനകത്ത് തന്നെ നമ്മൾ ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു സാധനമല്ല. എഞ്ചിനീയറിംഗ് കോളേജസിൽ കഴിഞ്ഞ 1-2 വർഷത്തിൽ പഠിച്ചിറങ്ങിയവരും ഈ വർഷം പഠിച്ച് ഇറങ്ങാൻ പോകുന്നവരും ഇവരാണ് ഇതിൻ്റെ മെയിൻ ഓഡിയൻസ്. ഇതിനകത്ത് തന്നെ എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുന്നവരാരാണ്? മിക്കവാറും ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, IT, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇങ്ങനെയുള്ള ആളുകളാണ് എംബഡഡ് സിസ്റ്റത്തിലേക്ക് വരുന്നത്. കുറച്ചൊക്കെ കമ്പ്യൂട്ടർ സയൻസും മറ്റേ മെക്കാനിക്കൽ എന്നൊക്കെ ഒരുപക്ഷെ വരാം. അപ്പോൾ ഇത് തന്നെ വീണ്ടും കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, അതിൽ തന്നെ ഈ ബ്രാഞ്ചസ് എവിടെയൊക്കെയുണ്ട്, ഇത്രയും ബ്രാഞ്ചസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ക്ലാസ്സുകളുണ്ട്, അതിലേക്ക് വന്നു. ഇനി ഇതിലെത്ര പേര് നമ്മുടെ ചാനൽ കാണും? ആദ്യം കാണുന്ന കുറച്ച് പേര്, ഇതൊരു ടൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട് ഇത്ര സമയത്തിനകത്ത് എത്ര പേര് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതിലേക്ക് തന്നെ ഒതുങ്ങി. ഇനി എംബഡഡിലേക്ക് താല്പര്യമുള്ളവർ തന്നെ ഒരു ക്ലാസ്സിൽ 50 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 പേരൊക്കെയാണ് എംബഡഡിനകത്തേക്ക് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾക്ക് ആക്ച്വലി ഒരു 5000 പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായി. ഓക്കെ, അതിനകത്ത് രജിസ്റ്റർ ചെയ്ത എത്ര പേര് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും എന്നെനിക്ക് അറിഞ്ഞൂടാ. ഒരു 3000 പേരെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ഒക്കെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി. അപ്പോൾ അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആക്ച്വലി ഞങ്ങളെല്ലാം ഈ കോമ്പറ്റീഷന് വേണ്ടി പൈസ എല്ലാം മുടക്കി പ്രോജക്റ്റ് ചെയ്തു, ഞങ്ങൾക്കെല്ലാം ഇത് നഷ്ടമല്ലേ എന്നൊന്നും ചോദിക്കാറൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, അവർ പഠിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഓൺ കോൾ ഒരു അനലൈസിങ് ചെയ്തിട്ട് ഒരു അപ്രൂവൽ 100 പേർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 100 പേരാണ് നമ്മൾ ഇതിനു വേണ്ടി കോമ്പറ്റീഷന് വേണ്ടി പൈസയൊക്കെ മുടക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യം. ഈ 100 പേരിൽ നിന്നാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു സെലക്ട് ചെയ്യാവുന്ന 10 പേരെ എടുത്തിട്ട് ജോബ് കൊടുക്കുന്നത്. ഈ 10 പേര് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു ഫിഗർ വെച്ചതാണ്. അതിൽ കൂടുതലും നമുക്ക് ആക്ച്വലി നമ്മൾ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിയിട്ട് പെട്ടെന്ന് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ പോലെയാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ ഒരു 10 പേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 11ാമത്തെ ഒരാളെ ചോദിക്കാൻ അതേ കമ്പനിയും അതിൻ്റെ അപ്പുറത്തെ കമ്പനിയും തയ്യാറാവും എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു കോൺടെസ്റ്റായിട്ട് 10 പേരെ വെച്ചു എന്നുള്ളതാണ്. ബട്ട് ദിസ് ഈസ് എ കമ്മ്യൂണിറ്റി. നമുക്കിതൊരു കണ്ടിന്യൂഷനാണ്. മോറോവർ നമ്മളിതിനകത്ത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് തന്നെ ഒരു പ്രോപ്പറായിട്ട് ഇവിടുത്തെ ഇൻഡസ്ട്രിയും ഇവിടുത്തെ ബാംഗ്ലൂരിലെയും ചെന്നൈയിലെല്ലാം കമ്പനികളെ കണ്ടുകൊണ്ട് അവർ ശരിക്കും ഇപ്പോൾ ഏത് പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്നു, അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ള ട്രെൻഡിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പോലും ഇതിനകത്ത്, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു പൈലറ്റ് ആവാൻ എൻ്റെ ആഗ്രഹം കൊണ്ട് പഠിച്ചു. ഞാൻ പൈലറ്റായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇന്ത്യയിൽ 30,000 പൈലറ്റ് ട്രെയിനിങ് കഴിഞ്ഞവർ വെറുതെ ഇരിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ കണ്ടിട്ട് ഞാൻ സ്റ്റക്കപ്പായി പോയി. അങ്ങനെ ഒരു സാഹചര്യം എംബഡഡിനകത്ത് വരില്ല. ഇവിടെ പഠിച്ച് കഴിഞ്ഞവരെല്ലാവരും ഇതിലേക്ക് ഒരു ജോബിലേക്ക് സെറ്റിലാവും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു ടാലൻ്റ് ഉള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ഒരു വഴിയിൽ എത്തിച്ചു വിടുക എന്നുള്ളതാണ്. അത് നമ്മളുടെയൊക്കെ സമൂഹത്തിൽ, നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ക്ലാസ്സിലൊക്കെ കുറച്ച് കഴിവുള്ള ആളുകളുണ്ടാവും. ഇവരാക്ച്വലി ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സാമൊക്കെ എഴുതിയിട്ട് BSNL കെൽട്രോണിലൊക്കെ കയറിയതുകൊണ്ട് എല്ലായ്പ്പോഴും അവരുടെ ശരിയായിട്ടുള്ള കഴിവൊന്നും അവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. എംബഡഡ് സിസ്റ്റംസ് ശരിക്കും നിങ്ങളുടെ കഴിവ് റെക്കഗ്നൈസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. മോറോവർ നമുക്കിത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ളൊരു മോട്ടിവേഷനായിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മളുടെ നിഖിൽ കിലുവായിൽ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത പിന്നീട് പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള സംഗതി ആക്ച്വലി ഒരു ട്രൂ ടെക്നോളജി, ഒരു ഉപജീവന മാർഗം ഓപ്പണായിട്ട് റിവീൽ ചെയ്യണം, ഒരു യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾക്കറിയാവുന്ന ഒരു യഥാർത്ഥ ടെക്നോളജി നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇതിനകത്ത് പ്രത്യേകത, എംബഡഡിനെയൊക്കെ ആക്ച്വലി ഒരുപാട് പേര് ഇലക്ട്രോണിക്സ് പഠിച്ച് പിന്നെ ഇതിൻ്റെ ഒരു ഹയർ കോഴ്സായിട്ട് പഠിച്ച് ഇങ്ങനെ ഇപ്പോൾ ഡാറ്റാ സ്പർഷ്ടക്കിലെ സുനൂപ് സാർ എന്നെപ്പറ്റി അനലൈസ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് അകത്തേക്കാണ് പഠിക്കുന്നത് അല്ലേ? സാധാരണ എല്ലാവരും അകത്തുനിന്ന് പുറത്തേക്ക് ചെയ്യുമ്പോൾ
സാറ് പുറത്തുനിന്ന് അകത്തേക്കാണ് പഠിച്ചിട്ട് ചെയ്തത് എന്നൊരു സുനിൽ സാർ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്സും അതിൻ്റെ ഇലക്ട്രോണിക്സ് പിന്നെ അതിൻ്റെ വർക്കിംഗ് സർക്യൂട്ട്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെ പഠിച്ച് വന്നിട്ട് ഏറ്റവും അവസാനം സോൾഡറിങ് ഞാൻ എടുക്കുന്നതിൻ്റെ പകരം ആദ്യമേ സോൾഡറിങ് ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, അതിനെന്ത് പഠിക്കണം, ഇതാണ് പുറത്തുനിന്ന് അകത്തേക്ക് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്. മോറോവർ ഇതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഒരു LED, ഒരു സ്വിച്ച്, 2 ബാറ്ററി, ഇത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു സാധനം ഇതൊരു ഒന്നാമത്തെ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ ആക്ച്വലി ഇതൊരു ഉപജീവന മാർഗ്ഗമാണ്. ഇത് നിങ്ങൾ കുറച്ചുകൂടി, അതായത് ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും ബാംഗ്ലൂരിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു 7 മണിക്ക് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു 700 സ്റ്റാളുകൾ ഉണ്ടാവും അല്ലേ. ഇത്രയും സ്ഥലങ്ങളിൽ ലൈറ്റുകൾ കത്തിക്കുന്നത് മാത്രം നിങ്ങൾ നോക്കൂ. ഇത്രയും ലൈറ്റുകൾ എങ്ങനെ കത്തുന്നു? ഒരു ബാറ്ററി വേണം, ഒരു ചാർജിങ് സംവിധാനം വേണം, പിന്നെ ഒരു ചെറിയ ചാർജിൽ, അതായത് ചെറിയ യൂട്ടിലൈസേഷനിൽ വലിയ സമയത്തേക്ക് കത്താനുള്ള ഒരു ലൈറ്റിംഗ് ടെക്നോളജി വേണം. അപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഒരു രണ്ടാമത്തെ ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ്. ഒന്നാമത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ, രണ്ടാമത്തെ പവർ ബാക്കപ്പും, മൂന്നാമത്തെ സെക്യൂരിറ്റി സിസ്റ്റം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഈ ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഉപജീവന മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എംബഡഡ് സിസ്റ്റം നമ്മളിവിടെ ഹോബി സർക്യൂട്ട്സ് ചെയ്യുന്നു, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്താണെന്നുള്ളത് അറിയുന്നു, നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നു, നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെയെല്ലാം വളരെ ഭംഗിയുള്ള, മനോഹരമായിട്ടുള്ള, രസകരമായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇതിന് അതിൻ്റേതായിട്ടുള്ള വളർച്ചയുണ്ട്. ഈ ഹോബി സർക്യൂട്ട്സും പ്രോഗ്രാമിങ്ങും ഒക്കെ ആയിട്ട് നമ്മളുടെ വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, ഈ പാത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിതിനെ ഫോളോ ചെയ്യാൻ ഉള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായിട്ടുള്ളൊരു ട്രാക്കിൽ തന്നെയാണ്. എംബഡഡ് സിസ്റ്റംസ് നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ തരും. മൈക്രോ സ്കിൽ ലാബിൻ്റെ ഒപ്പം എല്ലാവർക്കും നല്ലൊരു കരിയർ തന്നെ പ്രതീക്ഷിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.